Hi, dear friends, welcome back to my channel. Welcome to another episode of Day Out Eating and Shopping. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട ബേർഡാണ് കേട്ടോ ഇത്. എത്ര ക്യൂട്ടാണെന്ന് നോക്കിക്കേ. അപ്പോൾ ഇതിൻ്റെ പേര് വുഡ് സാൻഡ് പൈപ്പർ എന്നാണ്. അത് ഒരു മൈഗ്രേറ്ററി ബേർഡാണ്. അപ്പോൾ ഇതിന് പുള്ളിക്കാടക്കൊക്ക് എന്നും പേരുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില കൊക്കുകൾ ഫുൾ വൈറ്റ് കളറിലായിരിക്കുമല്ലേ, അപ്പോൾ ഇത് ഒരു ബ്രൗൺ കളറായിരിക്കും കേട്ടോ, പക്ഷെ പറക്കുമ്പോൾ നല്ല വൈറ്റ് കളറായിരിക്കും. അപ്പോൾ ഇതധികം ഇങ്ങനെ ചതുപ്പ് നിലത്തിലും പിന്നെ അതുപോലെ തന്നെ ലേക്സിലും ഒക്കെയാണ് കേട്ടോ കാണപ്പെടുന്നത്. അപ്പോൾ ഇത് ഇൻസെക്ട്സ് പിന്നെ ചെറിയ ചെറിയ മീനുകൾ അതൊക്കെയാണ് കഴിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ, അത് എന്തോ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മളിങ്ങനെ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മൾക്കേ ഒരു കൺഫ്യൂഷനാവും, വീഡിയോ സ്റ്റക്കായതാണോ അതോ ഇത് നിൽക്കുന്നതാണോ, കാരണം അത്രയും നേരം അനങ്ങാതെ ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇവിടെ വേറൊരാളെ കണ്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കൂടിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കമ്പുകൾ എടുത്തിട്ട് പോവാണ്. അപ്പോൾ ഒരു ചെറിയ സൗണ്ട് ഉണ്ടായാൽ മതി, അപ്പോൾ പറന്നു പോകും കേട്ടോ. ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ കണ്ടു കഴിഞ്ഞു, ഇനി കഷ്ടമാണ് കാര്യം. ഈ ബേർഡ്സിനെ കണ്ടോ, അത് ക്യാപ്ചർ ചെയ്യാനേ പറ്റിയില്ല, ക്യാമറ അടുത്തേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്കും പറന്നുപോയി. പിന്നെ ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ ചെമ്പോത്ത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? തമിഴിൽ എനിക്ക് തോന്നുന്നത് മഹാരാജ കാക്ക എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണപ്പെടുന്നതാണ്, പക്ഷേ എപ്പോഴും ഒളിച്ചിരിക്കും, ശരിക്കും ഒന്ന് കാണാൻ പോലും പറ്റില്ല. പിന്നെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തത്തകൾ, ഭയങ്കര സൗണ്ട് കേട്ടോ തത്തകളുടേത്. അപ്പോൾ കുറേ എണ്ണം ഒരു ബ്രാഞ്ചിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അതും ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് വാക്കിങ്ങിനൊക്കെ പോകുമ്പം ബേർഡ്സിനെ മാത്രമല്ല കേട്ടോ ക്യാപ്ചർ ചെയ്യുന്ന. ഇയാളെ കണ്ടോ, സൂക്ഷിച്ച് നോക്കി നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട്. അപ്പോൾ ബേർഡ്സ് മാത്രമല്ല കേട്ടോ, ഇങ്ങനത്തെ കുറേ ആൾക്കാരും ഉണ്ട്. ഇത് പിന്നെ നമ്മുടെ നീലക്കോഴി, ഇതിവിടെ കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ അത് ഫുൾ ലേക്കായിരുന്നു. ഇപ്പം മുഴുവൻ ഈ പായൽ വന്ന് മൂടിയിട്ട് ആകെ എന്താ പറയുക, ഗ്രാസ് ലാൻഡ് പോലെ ഉണ്ട് ഇപ്പം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ശരിക്കും നല്ല ലേക്കായിരുന്നു. അറിയില്ല എന്താ ഇങ്ങനെ പറ്റിയതെന്ന്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ വെള്ളം നിറയുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയതിന് ശേഷമാണ് ഈ കോഴികൾ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ ഇവിടെ ഇതിൻ്റെ മേളാണ്. ആദ്യമൊക്കെ ഒരുപാട് ദേശാടന പക്ഷികൾ ഉണ്ടാവുമായിരുന്നു. ഇപ്പം അതൊക്കെ കുറഞ്ഞിട്ട് ഇവർ മാത്രമായിട്ട് ചുരുങ്ങി. അതാലോചിക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് മീനുകളും ഉണ്ടെന്നാണ് തോന്നുന്നത്. ആദ്യമൊക്കെ ഞാനിങ്ങനെ കാണുമായിരുന്നു, ആൾക്കാർ മീനെല്ലാം പിടിക്കുന്ന വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, ഇപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ ഇങ്ങനെ ബേർഡ്സിനെ കാണാൻ വേണ്ടിയിട്ട്, പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലും കുറച്ച് അതിഥികൾ വരാൻ തുടങ്ങി, കൂട് വെക്കാനുള്ള ഒരുക്കാണെന്ന് തോന്നുന്നു. എൻ്റെ മനസ്സിലെ ഇഷ്ടം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ ഇവർ വരട്ടെ, കൂടെല്ലാം വെക്കട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും അമർത്തുക. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ടാറ്റാ. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിൽ സെർച്ച് ചെയ്യുക. ഒരുപാട് ബേർഡ്സിൻ്റെ ആനിമൽസിൻ്റെയും വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതെ കാണുക. ബൈ.